നമ്മുടെ സാധാരണക്കാരൻ്റെ ഉൽപ്പന്നമാണല്ലോ ചൈനീസ് ഉൽപ്പന്നം. വളരെ വില കുറഞ്ഞ് കിട്ടുന്ന ഒരേ ഒരു ഐറ്റം ചൈനീസ് സാധനങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് ഉൽപ്പന്നമായ ടൈമർ നമുക്ക് എങ്ങനെ ഒരു ട്രാൻസ്ഫോമർ പ്രോസസ്സർ വെച്ചിട്ട് എങ്ങനെ ഒരു ലോങ് ലൈഫായിട്ട് നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കാണുക. സാധാരണ ഷോപ്പുകളിൽ നിന്നും കിട്ടുന്ന ഈ ടൈമറിനെ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് കുറേ കാലം കംപ്ലൈൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്യിക്കാം. കാരണം ഇതിൽ വരുന്ന AC സപ്ലൈ ട്രാൻസ്ഫോമർലെസ് സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഡയോഡ് വെച്ച് ഒരു കപ്പാസിറ്റർ ചെയ്ത് അതിൽ കപ്ലിങ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അത് പെട്ടെന്ന് സ്ക്വയർ വേവ് വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടറിലൊക്കെയാണെങ്കിൽ പെട്ടെന്ന് നാശമായി പോകും. പിന്നെ ഈ സാധനം കുറച്ചും കൂടി സൈൻ വേവിൽ മാത്രം അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഈ സാധനങ്ങൾ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താണ്. ഈ സാധാരണ ടൈമറിന് തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താണ്. ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോമർ, ഇത് 24 വോൾട്ട് സപ്ലൈ ആണ് ഇതിലേക്ക് വരുന്ന സപ്ലൈ. അപ്പോൾ അതിന് അഡീഷണൽ ഒരു 12 ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് 24 വോൾട്ട് ഒരു സപ്ലൈ ഉണ്ടാക്കിയിട്ട് അതിന് അഡീഷണൽ റിലേ കൊടുക്കണം. 30 ആമ്പിയറിൻ്റെ ഒരു അഡീഷണൽ SMD റിലേ കൊടുത്ത ശേഷം ഒരു ബോക്സിലാക്കി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ കാലത്തേക്ക് അത് കംപ്ലൈൻറ്റ് വരില്ല. ട്രാൻസ്ഫോമർ സപ്ലൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുക. ഇതിൽ വരുന്ന ആ കപ്ലിംഗ് സർക്യൂട്ട് എടുത്ത് ഒഴിവാക്കിയിട്ട് മറ്റേ ട്രാൻസ്ഫോമർ സപ്ലൈയിലേക്ക് വർക്ക് ചെയ്യിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബോക്സിൽ സാധാരണ ഇതുപോലത്തെ ഒരു CCTVക്കൊക്കെ വരുന്ന 4x4 ബോക്സാണ്. ഈ ബോക്സിലേക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇത് കയറ്റും, ടൈമർ കയറ്റും. അതിനുശേഷം ഒരു അഡീഷണൽ റിലേ 30 ആമ്പിയർ SMD റിലേ ഇതിൽ ചെയ്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ടൊരു സപ്ലൈ 12 ട്രാൻസ്ഫോമർ സപ്ലൈ കൊടുത്ത ശേഷം അതിന് ഔട്ട് അതുവഴിയാണ് കൊടുക്കുന്നത്. ഈ റിലേ ടൈമർ വർക്ക് ചെയ്ത് ഈ റിലേ വർക്ക് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് സമയത്ത് ലോഡ് 30 ആമ്പിയർ റിലേ ആണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ലോഡ് എടുക്കാൻ പറ്റും. ഇതിനുള്ളിലുള്ള റിലേ കോൺടാക്റ്റ് വേണം, നാശാവില്ല. ഇനിയിപ്പോൾ അഡീഷണൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിലേ മാറ്റി കൊടുത്താൽ മതിയാവും, കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെയെങ്കിൽ കുറേ അധികം ലാസ്റ്റ് ചെയ്യും ഈ ടൈമർ. സാധാരണ വാങ്ങുന്ന ടൈമർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുണ്ട്. കാരണം അതിൻ്റെ ഒന്നാമത് അതിൻ്റെ AC സപ്ലൈ ട്രാൻസ്ഫോമറിലെസ് സപ്ലൈ എന്ന കംപ്ലൈൻ്റ് ആണ്. അത് കറക്റ്റ് വർക്കിംഗ് അല്ലത്. മിക്ക സാധനം ചൈനീസിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും ആ സാധനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കാലം നിൽക്കുന്നതല്ല. പെട്ടെന്ന് തന്നെ അത് പെട്ടെന്ന് നാശാവുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. ലൈറ്റ്നിങ് വന്നാൽ അപ്പം തന്നെ പോകും. ഈ ട്രാൻസ്ഫോമറിൽ വെക്കുന്ന പവർ സപ്ലൈ ആണെങ്കിൽ നല്ല ഡ്യൂറേഷൻ ഉണ്ടാവും. അത് കംപ്ലൈൻറ്റ് അങ്ങനെ വരൽ കുറവാണ്. കാരണം ഉപയോഗിക്കുന്ന എല്ലാ ഉപയോഗത്തിനും ഞാനത് ഇതുപോലെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ടൈമർ കംപ്ലൈൻറ്റ് അങ്ങനെ വരലില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി ചെറിയ ബാറ്ററി ആണെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ച് വലിയ ബാറ്ററി ആകും. ടൈമിങ് ചിലപ്പോൾ മാറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് വലിയ ടൈപ്പ് 30-32 ഒരു ആ ടൈപ്പ് ബാറ്ററി കുറച്ച് വലിയ ബാറ്ററി മാറ്റിയിടുക. കൂടുതൽ കാലത്തേക്ക് ടൈമിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ചെയ്ത് വെച്ച ടൈമർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ ടൈമർ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൽ ടൈമർ ബൈപ്പാസ് ചെയ്ത് നോക്കാം. ആദ്യം റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമറൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. ഇതിൽ ടൈമറിൽ നമുക്ക് ആദ്യം ക്ലോക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലോക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്ലോക്കിൽ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഡേ ആദ്യം സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഇന്നത്തെ ഡേ ഫ്രൈഡേ ആണ്. ഇത് ചേഞ്ച് ചെയ്യുക. ഫ്രൈഡേ ടൈം ഇപ്പോഴത്തെ ടൈം 11:36. ഇനി അതിലെ ടൈമറിൽ പ്രസ് ചെയ്ത ശേഷം ഡേ സെറ്റ് ചെയ്ത് ടൈമറിൽ ടൈമറല്ല ക്ലോക്ക് ആദ്യം ശരിയാക്കുകയാണ്. ഇപ്പോഴത്തെ ടൈം 11:36. അപ്പോൾ ക്ലോക്കിൽ സെറ്റ് ചെയ്ത ശേഷം ടൈമർ റെഡിയാണ്. മിനിറ്റ് സെറ്റ് ചെയ്യുക. 11:36 ഒരു മിനിറ്റ് കൂടുതലിട്ടുണ്ട്. 11:37 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴത്തെ ടൈമാണ്. ഇനി നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. ഇത് 18 പ്രായം നമുക്ക് ഓൺ ഓഫൊക്കെ ചെയ്യാം. പ്രോഗ്രാം ടൈപ്പ് ടൈമറാണ്. ഒന്നാമത്തെ ടൈമറാണ് സെറ്റ് ചെയ്ത് 1 ഡേ 0 കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസം ഓൺ ആവണം എന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഇനി ഡേയിൽ എല്ലാ ദിവസവും ഓൺ ആവണമെങ്കിൽ നമുക്ക് എല്ലാ ഡേ ഇടാം. ഇത് ഓരോ ദിവസം നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് എല്ലാ ദിവസമാണ് ഉള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു
ഒരു ദിവസത്തേക്ക് മാത്രം വേണം ചെയ്യുക, 3 ദിവസത്തേക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്യുക. 3 ദിവസത്തേക്ക് വ്യാഴം വെള്ളി ശനി ചെയ്യുക, പിന്നെ മൺഡേ വെൻസ്ഡേ ഫ്രൈഡേ 3 ദിവസത്തേക്ക് അങ്ങനെ ചെയ്യുക. ട്യൂസ്ഡേ സാറ്റർഡേ അങ്ങനെ ചെയ്യുക, മൺഡേ ചെയ്യുക, ട്യൂസ്ഡേ അങ്ങനെ ഓരോ ദിവസവും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുക, സാറ്റർഡേ സൺഡേ. ഇതിൽ നമുക്ക് എല്ലാ ദിവസമാണ് വേണ്ടത്. എല്ലാ ദിവസവും നമുക്കൊരു രാവിലെ ഒരു 6 മണിക്ക് ഓണാവേണ്ട ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇട്ട് ശേഷം ടൈമർ പ്രസ് ചെയ്ത് അതിൽ ഹവർ ടൈമർ സെറ്റ് ചെയ്ത ശേഷം ഒന്നാമത്തെ ടൈമറാണ്, അതിൽ ഹവർ സെലക്ട് ചെയ്യുക. ഇത് ഓഫ് ടൈമർ, ഓൺ ടൈമർ അതിലിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈമർ ഓണ്, ടൈമറിൽ ഹവർ 6 മണിക്കാണ് ഓൺ ചെയ്യേണ്ട ടൈമർ. 6 മണിക്ക് ഓണായ ശേഷം പിന്നെ ഓഫ് ടൈമറാണ് വേണ്ടത്. ഓഫ് ടൈമർ സെറ്റ് ചെയ്യുക, 2 ഓഫ് ടൈമറാണത്. അതിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെയാണ് എല്ലാ ദിവസവും സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഹവർ 12, 13, 1 മണി, ഒരു 10 മണി, ഒരു 11 മണിക്ക് ഓഫ് ആവുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ 11 മണിക്ക് ശേഷം കട്ടാവുന്ന രീതിയിൽ വേണ്ടി സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഇതിൽ ഈ ടൈമറിൻ്റെ ഇതിൽ മുകളിൽ കാണാം ഓൺ, ഓട്ടോ, ഓഫ് എന്നെല്ലാം കാണാൻ പറ്റും. മാനുവലിൽ സെറ്റ് ചെയ്യാൻ ബൈപ്പാസ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണിത്. അപ്പോൾ ഇതിൽ അടിയിലൊരു നീങ്ങുന്നതാണ് ഇപ്പോൾ ഓഫിലുള്ളത്, ഇപ്പോൾ ഓട്ടോയിൽ, ഇപ്പോൾ ഓണിലാണ് ബൈപ്പാസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോയിലേക്കായി. ഇപ്പോൾ ഓട്ടോയിലുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈം കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത ടൈം വരുമ്പോൾ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക് ഓൺ, ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതായിരിക്കും. ഇതാണ് കാര്യം. നിങ്ങൾക്ക് അത് മനസ്സിലായാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ടെക് ലാബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മൾ ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സാധാരണ മാർക്കറ്റിൽ ധാരാളം ടൈപ്പ് ടൈമർ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മാനുവൽ ടൈപ്പ് വരുന്നുണ്ട്, പല മോഡലിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഡിജിറ്റൽ ടൈമർ സാധാരണ വരുന്നത് മിക്കതും കംപ്ലൈൻ്റ് ആകുന്നുള്ള ആൾക്കാർക്ക് ഒരു പരാതിയുണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഈ മാറ്റങ്ങളുണ്ടല്ലോ, ഇത് വരുത്തുകയാണെങ്കിൽ പിന്നെ ഇതിന് കംപ്ലൈൻറ്റ് വരില്ല. കാരണം ഈ ട്രാൻസ്ഫോമറിലെ സപ്ലൈ ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം, കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ്. അത് ട്രാൻസ്ഫോമറുള്ള സപ്ലൈയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് സാധാരണ വരുന്നില്ല. പിന്നെ നമുക്ക് നല്ല രീതിയിൽ പാക്കാക്കി കഴിഞ്ഞാൽ ഇതിൽ AC വരുന്ന സ്ഥലത്താണ്, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് ഷോക്ക് അടിക്കാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇന്ന് ന്യൂട്രൽ ഔട്ട്, ഇന്ന് ഫേസ് കയറി ഔട്ടിലേക്ക് പോകുന്നു, ആ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതിനും വേണമെങ്കിൽ കൊടുക്കുക. സാധാരണ വീടുകളിലെ ലൈറ്റുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ടൈമർ ഉപയോഗിക്കുക. പിന്നെ നനയ്ക്കുന്നതിന്, മോട്ടറിന് എല്ലാത്തിനും കൊടുക്കുക. കാരണം 30 ആമ്പിയറിൻ്റെ റിലേ ആയതുകൊണ്ട് നമുക്കൊരു 30 ആമ്പിയർ വരുന്നുണ്ട്. ഒരു 2 HP വരെ ശരിക്കും ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ മോട്ടറൊക്കെ, വെള്ളടിക്കുന്ന മോട്ടറൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും. ടൈമർ ചെയ്യുക. പിന്നെ ഇതിനേപോലെ GSMൻ്റെ വേറെ ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. ഇത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതന്നെ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പല സാധനം ചെയ്യുന്നതുകൊണ്ട് ഈ സാധനം ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ സേഫ്റ്റി ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ടെക് ലാബ് എന്നൊരു ചാനലാണ്, അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്ത ഒരു മോഷൻ ഡിറ്റക്ടറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ LED ബോർഡ്, സ്ക്രോളിംഗ് LED ബോർഡുകൾ എങ്ങനെ പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത വീഡിയോ അതായിരിക്കും. ഓക്കെ.